ഹലോ, ടെക്നിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് ഒരു കാര്യം നോക്കാൻ പോകുന്നത്, നമ്മൾ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുള്ള വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അതായത് നമ്മുടെ മോട്ടറിനെയൊക്കെ പല സ്പീഡുകളിൽ കൺട്രോൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ടോർക്ക് കൂട്ടുന്നതിനും പല പല ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം മോഡേൺ യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന ആ ഒരു ഡ്രൈവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഡ്രൈവിന്റെ സർക്യൂട്ട് ഉണ്ട്. ആക്ച്വലി സർവീസിംഗ് വന്നാണ് ഞാനത് കാണിക്കാം. ഇതാക്കണ്ടോ? അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതിന്റെ അകത്തെ കമ്പോണൻസ് അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം. ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് വേറൊരു എപ്പിസോഡിലാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലെ കമ്പോണൻസ് എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഈ VFD ഡ്രൈവിന്റെ കുറച്ച് തിയറിറ്റിക്കൽ പാർട്ടായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാം, ഫ്രീക്വൻസി വേരി ചെയ്യുമ്പോഴാണ് ഈ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/t, അതായത് ഫ്രീക്വൻസിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് ആണ്. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം കുറയും. ഓക്കെ, അതായത് നമ്മളിപ്പം ഫ്രീക്വൻസി കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോട്ടർ കറങ്ങി വരാൻ എടുക്കുന്ന ടൈം കണ്ടമാനം കുറയും. അങ്ങനെയാണ് ഈ സ്പീഡ് കൂടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പല രീതിയിലുള്ള പല RPMന്റെ മോട്ടേഴ്സ് അവൈലബിൾ ആവും. 1000, 1500, 3600 എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ മോട്ടറിൽ തന്നെ പല പോൾസ് ഉള്ള മോട്ടർ ഉണ്ട്. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള കറണ്ട് കൺസപ്ഷനും കൂടുകയും കുറയുകയും ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു റിലേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞത് 120f/p. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു 120 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. ഫ്രീക്വൻസി നമുക്കറിയാം 50 ആണ്. ഒരു പി നമുക്കൊരു 6 പോളുള്ള ഒരു മോട്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 6 പോളുള്ള ഒരു മോട്ടർ എടുത്തു കഴിഞ്ഞാൽ 6 ഉണ്ട് 12,000 ഉണ്ട് 10. ഇവിടെ 1000 RPM നമുക്ക് കിട്ടുക. 1000 RPM ആണ്. 1000 RPM ഉള്ള ഒരു മോട്ടറാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് യൂഷ്വലി കാണുമ്പോൾ അറിയാം, കുറെ ഇൻഡസ്ട്രീസിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ RPM, അതായത് 300, 350, 750, 750 അങ്ങനെയൊക്കെ ഉള്ള പല RPM ഉള്ള ഇതായിരിക്കും നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കൂൾ കൺവെയർ അല്ലെങ്കിൽ അരിക്കുകയും പൊടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലോ RPM വേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള VFDയിലോട്ട് സജഷൻ പോകുന്നത്, VFD നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1500 RPM വർക്ക് ചെയ്യുന്ന ഒരു മോട്ടോർ വാങ്ങി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം നമുക്ക് വേണ്ടത് എത്രയാണ്? 1000 ആണ്. അപ്പോൾ 1000 RPM ഉള്ള ഒരു മോട്ടോർ വാങ്ങുമ്പോൾ നമ്മൾ 1000 RPM ഉള്ള ഒരു മോട്ടോർ വാങ്ങുവാണെന്ന് നമ്മൾ വിചാരിക്കുക. അത് 6 പോൾ ആയിരിക്കും. അപ്പൊ 6 പോൾ 1000 RPM ഉള്ള ഒരു മോട്ടോർ നല്ല രീതിയിൽ കറണ്ട് വലിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് കുറയ്ക്കണം. കറണ്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊരു മാർഗമുണ്ട്. നമുക്ക് ഗിയർ ആഡ് ചെയ്യാം. ഗിയർ ആഡ് ചെയ്താലും ആ മോട്ടർ ആ ഒരു RPM തന്നെ ആയിരിക്കും കറങ്ങുന്നത്. നമുക്ക് യാതൊരു തരത്തിലുള്ള സേവിങ്ങും ഇല്ല. അതായത് 1500 മോട്ടോർ വാങ്ങിച്ച് നമ്മൾ ഗിയർ ആഡ് ചെയ്താലും 1500 RPM കറങ്ങാൻ എടുക്കുന്ന അത്രയും തന്നെ കറണ്ട് ഇതെടുക്കും. നമുക്ക് കറണ്ടിന് യാതൊരു സേവിങ്സും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ 1500 മോട്ടോർ വാങ്ങിച്ചു, നമ്മൾ ഇതേപോലെ 1000 വേണം അല്ലെങ്കിൽ 750 വേണം, അതിലെ കുറച്ച് കൊണ്ടുവരണം. അതായത് റേറ്റഡ് RPM നിന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരണം. അതായത് ടോർക്കും കാര്യങ്ങളും ഒന്നും വ്യത്യാസപ്പെടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കിട്ടണം, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, അതായത് അങ്ങനത്തെ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് നമ്മൾ മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കും. നമുക്ക് കറണ്ട് കൺസപ്ഷൻ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും, നല്ല സേവിങ്സും ഉണ്ട്. അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ VFDയുടെ ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ പമ്പിന്, അതേപോലെ തന്നെ നമ്മുടെ HVAC ഇങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ ഇതുപോലെ വൈഡ്ലി യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരിക. പിന്നെ പമ്പ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ VFD യൂസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഹാമറിംഗ് എഫക്ട് എന്ന് പറഞ്ഞ ഒരു എഫക്ട് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു നിൽക്കുന്ന ഒരു അവസ്ഥ, പെട്ടെന്ന് ഒരു വാൽവ് ഓപ്പൺ ആവുക, ക്ലോസ് ആവുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഒരു സർജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയുള്ള VFD ഡ്രൈവുകൾ പ്രൊട്ടക്ട് ചെയ്യും. പമ്പിനെയും അതേപോലെ തന്നെ സപ്ലൈ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ VFD ഡ്രൈവ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് VFD ഡ്രൈവിന്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗം എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോട്ടറിനെ പല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. DOL സ്റ്റാർട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മോട്ടോർ ഓടിക്കാറുണ്ട്. ഓക്കെ, അപ്പം കൂടുതലും ഈ പറയുന്നത് നമുക്ക് ഈ VFD ഡ്രൈവ് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. 3 ഫേസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞുള്ള ഒരു തിയററ്റിക്കൽ പാർട്ട്. ഇനി അതിന്റെ വർക്കിംഗ് ജസ്റ്റ് ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ജസ്റ്റ് ഒരു AC ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 3 ഫേസ് എടുക്കുന്നു, RYB 3 ഫേസ് RYB എടുക്കുന്നു. അത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് അതിനെ AC to DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ഫിൽട്ടർ സെക്ഷൻ ഉണ്ട്, DC ഫിൽട്ടർ സെക്ഷൻ ഉണ്ട്. DC ഫിൽട്ടറിൽ നിന്ന് പിന്നെ നമ്മൾ ഈ DCയെ വീണ്ടും DC to AC കൺവേർട്ടർ ആക്കുന്നു. ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡെലിവർ ആവുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ VFD ഡ്രൈവിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയാവുന്നത്. ആദ്യം നമ്മൾ ഇൻപുട്ട് വരുന്നു, അതിനെ നമ്മൾ DC ആക്കി ഫസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു, അതിനെ ഫിൽട്ടർ ചെയ്യുന്നു, വീണ്ടും DC to AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് VFD ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് ലെൻസസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയുടെ ഒരു VFD ഡ്രൈവാണ്. ഈ VFD ഡ്രൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന, അത് ഏതൊരു VFD ഡ്രൈവ് ആണെങ്കിലും ഡിസൈൻ ബൈ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഏതൊരു VFD ഡ്രൈവിനും 2 സെക്ഷനാണ് ഉണ്ടാവുക. ഒരു പവർ സെക്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ഒരു കൺട്രോൾ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു കാര്യങ്ങൾ മൊത്തം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൺട്രോൾ ആണ്. അതേപോലെ ഈ ഒരു സെക്ഷൻ മൊത്തം പവറാണ്. ഇനി ഇതിൻ്റെ അകത്ത് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ അകത്ത് AC, ഇതെല്ലാം ഇൻപുട്ട് ടെർമിനൽസ് ആണ്. നമുക്ക് വരുന്ന ഇൻപുട്ട് ഇതാണ്. അതായത് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഫേസ് ആണ്. നമ്മൾ 230 ആണ് കൊടുക്കുന്നത്. 230 കൊടുക്കുന്നതും അതേപോലെ തന്നെ ബ്രേക്കിംഗ് ചെയ്യുന്ന, അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള DC ബ്രേക്കിംഗ്, അതേപോലെ തന്നെ RYB, ഈ 3 ടെർമിനൽ RYB ആണ് നമ്മൾ സിംഗിൾ ഫേസ് വന്ന് 3 ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മോട്ടറിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാണാമല്ലോ. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ വയറിങ്ങിൻ്റെ ആണ്. 24 വോൾട്ടും അതേപോലെ തന്നെ എക്സ്റ്റേണൽ കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള വയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് 230 വന്ന് കയറുന്നു. 230 കയറിയതിന് ശേഷം ഇവിടെ ഇതൊരു ഡയോഡാണ്. ഈ ഡയോഡ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു നമ്മുടെ. അതിനുശേഷം ഇതിൽ രണ്ടിലും നമ്മൾ MOV കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് സെക്ഷനിലും MOV കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ എന്ന് പറയും. നമ്മൾ പ്രൊട്ടക്ഷൻ, പെട്ടെന്നുള്ള ഒരു സർജ് അല്ലെങ്കിൽ സ്പൈക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഐറിഷ് കറണ്ട്, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന MOV ആണിത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഔട്ട്പുട്ടിലെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ വന്ന് DC ആവണു. DC നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ് ആണ്, ബൂസ്റ്റ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. ഇതിൽ വന്ന് ഫിൽട്ടർ ആവുന്നു. അതാണ് DC ഫിൽട്ടർ സിസ്റ്റം, ഫിൽട്ടർ ആവുന്നു. അതേപോലെ ഇനിയാണ് ഞാൻ പറയുന്നത് ഈ ഒരു മെത്തേഡ്, അതായത് DC to AC കൺവേർഷൻ, ഇതൊക്കെ ഒട്ടുമിക്ക കമ്പനികൾക്കും കോമൺ ആയിരിക്കും. പക്ഷേ കമ്പനികളുടെ ഡിഫറൻസുകൾ വരുന്നത് ഈ ഒരു കൺട്രോൾ സെക്ഷനിൽ ഇവരെടുക്കുന്ന പേറ്റന്റിങ് സംവിധാനം അല്ലെങ്കിൽ ഇവരെടുക്കുന്ന ഡിസൈനിലുള്ള പ്രത്യേകതകളായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ലെൻസി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഓക്കെ, ഇതിന് ബാക്ക് വശത്ത് ഇവരുടെ കുറേ ചിപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള, അതായത് നമുക്കിതിനെ സൈനസോയിഡൽ വേവാക്കി കൺവേർട്ട് ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ AC പകരം DC ഉപയോഗിക്കുന്നു, കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ DC ആണ് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ കിട്ടുക, നമുക്ക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റെബിലൈസേഷൻ കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ACയെ ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് DC ആക്കി അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്താണ് കൺവേർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ 230 ആയിട്ടുള്ള ആ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി നമ്മൾ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകണം. അപ്പോൾ അതിനാദ്യം സൈനസോയിഡൽ ആയിട്ടുള്ള ഒരു ഓസിലേഷൻ ജനറേറ്റ് ചെയ്യണം. ഇത് അതിൻ്റെ ലെൻസി എന്ന് പറയുന്ന അതിൻ്റെ സൈനസോയിഡൽ ആയിട്ടുള്ള ഓസിലേഷൻ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ്. അതേപോലെ തന്നെ ഇതിനെ മൊത്തം പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് മോട്ടോറോളയുടെ ചിപ്പാണ്. അത് ലെൻസി ഈ കമ്പനി പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന മോട്ടോറോളയുടെ ഒരു പ്രോസസ്സറാണ് ആക്ച്വലി ഇത്. നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല, മോട്ടോറോയുടെ സിമ്പിൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് മോട്ടോറോയുടെ സിമ്പിളാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഈ സെക്ഷനിലാണ് അതായത് ഓരോ കമ്പനിക്കും പ്രത്യേകതകൾ വരിക. ഓക്കെ, ഓരോ കമ്പനിയുടെയും പ്രത്യേകതകളാണ് ഈ ഒരു കൺട്രോൾ സെക്ഷനിലാണ് വരുന്നത്. അപ്പം ഒരു മെയിൻ പ്രോസസ്സർ ഉണ്ടാവും, ഒരു ഓസിലേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാവും. അതിനുശേഷം പിന്നെ ഇതിൻ്റെ അകത്ത് പവർ എന്ന് പറയുന്നത്, അതായത് ഒരു DC ഫിൽട്ടർ സ്റ്റേഷൻ ഉണ്ടാവും. ഫിൽട്ടർ ആയിട്ടുള്ള DC ഫിൽട്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. ശേഷം വരിക ഇതിൻ്റെ കൺട്രോൾ സെക്ഷനില്ല. ഈ കൺട്രോൾ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കമ്പോണൻസുകൾ ഈ 1, 2, 3, 4, 5, 6 ഇത് മൊത്തം IGBT ആണ്. ഓക്കെ,
IGBTയുടെ നമ്പർ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്. IGBTയുടെ നമ്പർ IRG4BC20UD എന്ന് പറയുന്ന IGBT ആണ്. അതായത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അങ്ങനെ 1, 2, 3, 4, 5, 6 യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പോണൻറ്റ് നമുക്ക് കാണാം. ഇതെന്ന് പറഞ്ഞാൽ C3405, അതായത് അതൊരു ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എലോൺ നമുക്കൊരു പവർ ഡിവൈസിനെ അല്ലെങ്കിൽ മോട്ടറിനെ ഒന്നും നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പൾസ് നേരെ IGBTയുടെ ഗേറ്റിൽ കൊടുത്ത് ആ ഗേറ്റാണ് IGBTയുടെ ഗ്രൂപ്പായിട്ടുള്ള, അതായത് പാരലി കൊടുത്തിട്ടുള്ള ഈ IGBTയുടെ ഈ ഒരു സെക്ഷനാണ് നമ്മുടെ മോട്ടറിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ട ഒരു മെയിൻ സംഭവമാണ് ഇതിൻ്റെ അകത്തെ സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയും. ഇതിൻ്റെ അകത്തെ കപ്പാസിറ്റർ, കുറേ ഗ്രൂപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് RC സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയും. ഈ സ്നബ്ബർ സർക്യൂട്ട് എന്തിനു കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പെട്ടെന്നൊരു സർജ്, അതായത് ഗേറ്റിൽ പെട്ടെന്നൊരു സ്പൈക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ IGBT എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്ററും റെസിസ്റ്ററും വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത് പോയി കഴിയുമ്പോൾ, അതായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പവർ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഇതിപ്പം 3.5 കിലോ വാട്ടിൻ്റെയാണ്. അപ്പം വലിയ വലിയ കിലോ വാട്ടുള്ള VFDയിലോട്ട് പോയി കഴിഞ്ഞാൽ RCക്കൊക്കെ പകരം നമുക്ക് ഡിസ്ചാർജ് സപ്രസിംഗ് RCD, അതേപോലെ തന്നെ ലംപ് സ്നബ്ബർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ RCയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് കറണ്ട് ലിമിറ്റിങ്ങിനായുള്ള കുറച്ച് ICs ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കറണ്ട് ലിമിറ്റിംഗ് ICs ആണ്. ഞാൻ തൊടത്തില്ല. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇതിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ അകത്ത് കമ്പോണൻസ് ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പോയി തൊടരുത്. എവിടെയെങ്കിലും പോയി തൊട്ട് നമ്മുടെ ബോഡിയിൽ ഡിസ്ചാർജ് ആയതിനു ശേഷമേ അതിൽ തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു സർക്യൂട്ട് ഇതെന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഇതിൻ്റെ വലിയ VFDs ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറേയും കൂടെ അധികം കമ്പോണൻസ് ഒക്കെ വരും. ഇങ്ങനെ ആയിരിക്കത്തില്ല ഈ IGBT, ചെറിയ IGBT ആയിരിക്കത്തില്ല. അതൊരു മൊഡ്യൂളായിട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും IGBT ഉണ്ടാകുന്ന. ഓരോ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള പർട്ടിക്കുലർ ഡിസൈൻസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏത് കമ്പനിയുടെ എടുത്താലും അവരുടേതായിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും പേറ്റന്റിങ് സംവിധാനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെൻഷൻസ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും. ABB ആയിക്കോട്ടെ, സീമെൻസ് ആയിക്കോട്ടെ, L&T ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ NC ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇതിന് കോമൺലി വരാവുന്ന ഇനി ഫോൾട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ IGBT പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ്, അപ്പം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് നമ്മുടെ ഹീറ്റ് സിങ്ക്, കാണാമല്ലോ. ഇത് ഹീറ്റ് സിങ്ക് ആണ്. നമ്മുടെ ഈ IGBT പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്തിരിക്കും. എന്നിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് അറിയാലോ ഈ IGBT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ജംഗ്ഷൻ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള മെറ്റീരിയലാണ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോഡ് എടുക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്തില്ല വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഹീറ്റ് ഡിസിപ്പേറ്റ് ആവാതെ അത് പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് ഹീറ്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻ ആയിട്ടുള്ള ആ ഒരു ഇത് കൊടുക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ സ്നബ്ബർ സർക്യൂട്ട്, ഈ പറഞ്ഞ പോലെ കപ്പാസിറ്റർ, റെസിസ്റ്റർ, ചെറിയ അതൊക്കെ സ്നബ്ബർ സർക്യൂട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ സ്നബ്ബർ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ IGBT കറസ്പോണ്ടിങ് ആയിട്ടുള്ള IGBTയും പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതേപോലെ തന്നെ പോകാനുള്ള ചാൻസസ് ഉള്ളതാണ്. ഇതേപോലെ ഈ കപ്പാസിറ്റർ ലീക്കേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനൊരു ലൈഫ് ഉണ്ട് ആക്ച്വലി. അപ്പം അതിനുശേഷം ഈ കപ്പാസിറ്ററിൻ്റെ ലൈഫ് പോവുകയും ഇത് ലീക്കേജ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് സർവൈവ് ആവില്ല, നമ്മുടെ മോട്ടറിന് ഒരു ഇതായിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ഇതേപോലെ ഇതിനൊക്കെ കംപ്ലൈൻറ്റ് വരിക, അതായത് ഈ സൈനുസോയിഡൽ ജനറേഷൻ ഉണ്ടാക്കുന്ന അതിന് കംപ്ലൈൻറ്റ് വരിക. ഇതേപോലെ ഇതിന് കംപ്ലൈൻറ്റ്, അതായത് മെയിനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഈ മോട്ടോറുകളുടെ അല്ലെങ്കിൽ ഈ പ്രോസസ്സിംഗ് ICക്കൊക്കെ കംപ്ലൈൻറ്റ് വരെ വളരെ കുറവായിരിക്കും. മിക്കപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഒരു പവർ സെക്ഷൻ ആയിരിക്കും. എന്തെങ്കിലും ഷോർട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹീറ്റിൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും. ഓക്കെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഇത് കാണാം. ഇനി നിങ്ങൾ അറിയേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ VFDയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. VFDയുടെ വർക്കിംഗ്, VFDയുടെ ആപ്ലിക്കേഷൻ, ഉള്ളിലുള്ള കുറച്ച് കമ്പോണൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് മോട്ടറിൻ്റെ കാര്യമാണ്.
ഒന്ന് രണ്ട് മോട്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ചിലർ ചോദിക്കാറുണ്ട് ഈ നോർമൽ മോട്ടറിൽ ഈ VFD വെച്ചാൽ വർക്കാവും, അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം? മോട്ടറിൽ തന്നെ നമുക്ക് 2-3 എഫിഷ്യൻസി അനുസരിച്ച് നമ്മുടെ IE1, IE2, IE3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. IE3 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രീമിയം കാറ്റഗറി മോട്ടോർ. അതായത് 90% എഫിഷ്യൻസി, 90% എബോ എഫിഷ്യൻസി ഉള്ള മോട്ടേഴ്സുകളാണ് ഈ പറഞ്ഞ ഈ പ്രീമിയം കാറ്റഗറി മോട്ടോർ. അത് നമുക്ക് ഈ ഇതേപോലെയുള്ള ഇൻവെർട്ടർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഇറങ്ങുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AC ഇൻവെർട്ടർ ഒക്കെ കിട്ടും. അതിലൊക്കെ വരുന്നത് എഫിഷ്യൻസി കൂടിയ മോട്ടോറുകൾ. എന്തുകൊണ്ടാണ് കറണ്ട് ചാർജ് കുറയുന്നതെന്ന് ഉള്ളതിന്റെ കാര്യമാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മോട്ടറും അതുപോലെ തന്നെ ഇൻവെർട്ടർ കാറ്റഗറി ആയിട്ടുള്ള ഒരു മോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രോസസ്സ് മോട്ടോർ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. വാക്വം ഇംപ്രഗ്നേഷൻ, വാക്വം പ്രഷർ ഇംപ്രഗ്നേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്സ് എയർ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് കളയുന്ന, എയർ ഗ്യാപ്പ് ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ VPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പ്രത്യേക ഒരു വാക്യൂം ചേമ്പറിൽ വെച്ചിട്ട് പ്രത്യേകം എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു കളയുന്ന ഒരു പ്രോസസ്സ്, ചൂടാക്കി അതിനെ കളയുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് നോർമൽ മോട്ടോറിൽ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കും. ഈ ഇൻവെർട്ടർ ഗ്രേഡർ ആയിട്ടുള്ള മോട്ടറിൽ ഇത് വെക്കുക വഴി ഈ പറഞ്ഞ പോലെ എയർ ഗ്യാപ്പ് അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മോട്ടോർ ചൂടാവുന്നതും ഇല്ലാതാവും, അതേപോലെ എഫിഷ്യൻസി കൂടുതലാവും. അതാണ് ഈ നോർമൽ മോട്ടറും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. അതുകൊണ്ടാണ് ഈ ഇൻവെർട്ടർ ഗ്രേഡ് മോട്ടർ എന്ന് സ്പെഷ്യലി പറയാനുള്ള കാര്യം, കാരണം ചൂട് കുറവായിരിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന പമ്പ്, അതിലൊക്കെ നമുക്ക് ഈ VFD ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സിംഗിൾ ഫേസ് ഒക്കെ അവൈലബിൾ ഉണ്ടല്ലോ, VFD അവൈലബിൾ ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കപ്പാസിറ്റർ, അതായത് ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്തൊരു കപ്പാസിറ്റർ ഉണ്ടാകും. അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞ ഒരു പൾസ് വിത്ത് മോഡുലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് നമ്മൾ ഈ VFD നിന്നും അതിലേക്ക് മോട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു സിംഗണൈസേഷൻ പ്രോബ്ലം, തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. കൊറോണ എഫക്ട് എന്ന് പറഞ്ഞാൽ കേബിളിൽ കൂടെയുള്ള ഒരു ഫ്ലൈ ബാക്ക് ആയിട്ടുള്ള ഒരു EMF, അതിനെ കൊറോണ എഫക്ട് എന്ന് പറയും. അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവിന്റെ ഈ IGBT, അതായത് ഫൈനൽ കൺട്രോൾ എലമെന്റ് ആയിട്ടുള്ള IGBT, സ്നബ്ബർ, ഇതേപോലുള്ള സാധനങ്ങൾ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കപ്പാസിറ്റർ സ്റ്റാർട്ടിംഗ് മോട്ടറിന് നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഫാൻ്റെ, അതായത് നമ്മൾ ആദ്യം ഫാനൊക്കെ നല്ല രീതിയിൽ കറണ്ട് കുറച്ചായിരിക്കും എടുക്കുക, പിന്നീട് നമ്മൾ റിവൈൻഡിങ് ചെയ്യുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ കൂടുതൽ കറണ്ട് എടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ എയർ ഗ്യാപ്പ് അതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ്. അപ്പം മോട്ടറിനെ പറ്റിയൊക്കെ പറയാനുള്ളത് ഏകദേശം ഇതാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനൊക്കെ മോട്ടർ എടുക്കുമ്പോൾ കൂടുതലും പേര് പ്രിഫർ ചെയ്യുക IE3 മോട്ടേഴ്സാണ്. കാരണം കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആണ്. അപ്പം ഏകദേശം എനിക്ക് VFD പറ്റി ഒരു പ്രിലിമിനറി ആയിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഇനി അടുത്ത ഇതിൽ നമുക്കിതിനെ എങ്ങനെ സർവീസ് ചെയ്യാം, എന്തായിരുന്നു അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ് ചെയ്യുമ്പോഴായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സൈനിങ് ഓഫ്, രഞ്ജിത്ത്.